നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സ്ഥാനമേറ്റത് ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ. പ്രായഭേദമില്ലാത്ത ആരാധകർക്ക് മുന്നിൽ അദ്ദേഹം എന്നും ദളപതി വിജയ് തന്നെയാണ്. നാളുകൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ വിജയ് അധികാര കസേരയിലേറുന്നത് കാണാനെത്തിയ തൃഷയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഭാര്യ സംഗീതയും മക്കളും എത്താതിരുന്നതും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളടക്കം ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു. എന്നാൽ വിജയുടെ ഭാര്യ സംഗീതയും മക്കളായ സഞ്ജയും ദിവ്യാസാക്ഷിയും എത്താതിരുന്നതും വലിയ ചർച്ചയായി. പക്ഷേ ഓൾവേസ് ബോളിവുഡ് എന്ന ഓൺലൈൻ മീഡിയയുടെ എക്സിലെ പേജിൽ തെറ്റായ വിശദീകരണവുമായി ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. വിജയുടെ ഭാര്യ സംഗീതയും സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയെന്ന് തലക്കെട്ട് നൽകി നടി സംഗീത കൃഷിന്റെ വീഡിയോയാണ് ഓൾവേസ് ബോളിവുഡ് എന്ന ഓൺലൈൻ മീഡിയ എക്സിൽ പോസ്റ്റ് ചെയ്തത്. അല്പം വൈകി, പക്ഷേ അവൾ തന്റെ ഭർത്താവിന്റെ ഏറ്റവും വലിയ ദിവസത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ താനും അവിടെ ഉണ്ടെന്ന് ഉറപ്പാക്കിയെന്നായിരുന്നു തലക്കെട്ട്. പോസ്റ്റ് വൈറലായതോടെ വിജയ് ആരാധകരും പ്രേക്ഷകരും ഓൺലൈൻ പേജിനെതിരെ രംഗത്തെത്തി. കൃത്യമായ ഗ്രൗണ്ട് സ്റ്റഡി നടത്താതെ പോസ്റ്റുകൾ ഇറക്കരുത്. പേര് സംഗീതയാണെന്ന് കരുതി അതേ പേരുള്ള സ്ത്രീകളെല്ലാം വിജയുടെ ഭാര്യ ആവില്ല. നിങ്ങൾ മാനസിക രോഗിയാണോ? വീഡിയോയിലുള്ളത് നടി സംഗീതയാണ്, ഗായകൻ കൃഷിന്റെ ഭാര്യ, അല്ലാതെ വിജയുടെ ഭാര്യ സംഗീത അല്ല. അടിസ്ഥാന വസ്തുതാ പരിശോധന പോലും നടത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? ഭാഗ്യം, നിങ്ങൾ ദളപതി വിജയെയും വിജയ് സേതുപതിയെയും കൂട്ടിക്കുഴച്ചില്ലല്ലോ. എത്ര വലിയ തെറ്റാണ് പ്രചരിക്കുന്നത്. വീഡിയോയിലുള്ളത് നടി സംഗീതയാണ്. അവരുടെ മുന്നിലും പിറകിലുമായി നടക്കുന്നത് അവരുടെ ഭർത്താവും കുഞ്ഞുമാണ്. ഭർത്താവ് ഗായകനായ കൃഷാണ് എന്നിങ്ങനെയായിരുന്നു വന്ന കമന്റുകൾ. 47-കാരിയായ സംഗീത കൃഷ് അഭിനേത്രി മാത്രമല്ല, വിജയുടെ കുടുംബ സുഹൃത്തു കൂടിയാണ്. അഭിനേത്രി റോളിൽ മാത്രമല്ല, റിയാലിറ്റി ഷോ ജഡ്ജായും അവതാരകയായും നടി സജീവമാണ്. മലയാളത്തിൽ ദിലീപിനും ജയറാമിനും സുരേഷ് ഗോപിക്കും സിദ്ദിഖിനുമൊപ്പം എല്ലാം സിനിമകൾ ചെയ്തിട്ടുമുണ്ട്. വിവാഹമോചന കേസ് കോടതിയിലാണെന്നതിനാലാണ് വിജയുടെ ഭാര്യ സംഗീതയും മക്കളും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്താതിരുന്നത്. പ്രമുഖ നടിയുമായി വിവാഹേതര ബന്ധം വിജയ്ക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംഗീത വിവാഹബന്ധം അവസാനിപ്പിച്ച് വേർപിരിഞ്ഞ് താമസിക്കുന്നത്. മക്കൾ രണ്ടുപേരും സംഗീതയ്ക്കൊപ്പമാണ്. അതേസമയം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വിജയ് വിപ്ലവകരമായ തീരുമാനങ്ങളാണ് തമിഴ്നാട്ടിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ പരിധിയിലുള്ള മദ്യശാലകൾ അടയ്ക്കാൻ വിജയ് ഉത്തരവിട്ട് കഴിഞ്ഞു. 717 തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ മദ്യവിൽപ്പനശാലകൾ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചുപൂട്ടാൻ അധികൃതരോട് നിർദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു വിജയ് സർക്കാരിന്റെ ഉത്തരവ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷമുള്ള വിജയുടെ ആദ്യ ഉത്തരവാണിത്. അതേസമയം സിനിമ വിട്ട് സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയായിരുന്നു വിജയ്. ജനനായകൻ തന്റെ അവസാന ചിത്രമായിരിക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആരാധകരെ നിരാശപ്പെടുത്തിയെങ്കിലും തന്റെ തീരുമാനം ശരിയായിരുന്നു എന്ന് തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം. വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച വിജയ് മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. അഴിമതിയില്ലാത്ത ഭരണമായിരിക്കും അദ്ദേഹത്തിൻ്റെത്. 200 കോടി വരെ പ്രതിഫലമായി കൈപ്പറ്റിയ ആൾ എന്തായാലും അഴിമതിയെ പിന്തുണയ്ക്കില്ല എന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത്. മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. ഭാര്യ സംഗീതയും മക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. പ്രണയവിവാഹത്തിലൂടെയായിരുന്നു സംഗീതയും വിജയും ഒന്നിച്ചത്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളാണെന്നും വിവാഹമോചനം വേണമെന്നും ആവശ്യപ്പെട്ട് സംഗീത കോടതിയെ സമീപിച്ചിരുന്നു. സഹപ്രവർത്തകയായ തൃഷയും വിജയും തമ്മിലുള്ള ബന്ധം കുടുംബജീവിതത്തെ മോശമായി ബാധിച്ചു എന്നായിരുന്നു പ്രതികരണങ്ങൾ. താരങ്ങളും ആരാധകരുമെല്ലാം ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. ഭാര്യയും മക്കളും നിറഞ്ഞു നിൽക്കേണ്ടിയിരുന്ന ചടങ്ങിൽ തൃഷയായിരുന്നു തിളങ്ങിയത്. അമ്മയോടൊപ്പമായാണ് നടി എത്തിയത്. നേരെ പോയത് വിജയുടെ അമ്മയുടെ അടുത്തേക്കായിരുന്നു. അവരാകട്ടെ കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. സാരിയിൽ അതീവ സുന്ദരിയായാണ് തൃഷ എത്തിയത്. ചടങ്ങിലെ മുഖ്യ ആകർഷണമായി മാറുകയും ചെയ്തിരുന്നു. പൊളിറ്റിക്കലി സന്തോഷമാണെങ്കിലും സംഗീതയെ ഓർക്കുമ്പോൾ സങ്കടമെന്നായിരുന്നു കമന്റുകൾ ഏറെയും. സംഗീതയുടെയും മക്കളുടെയും അസാന്നിധ്യം ചർച്ചയാവുകയും ചെയ്തിരുന്നു. തൃഷയും വിജയും പ്രണയത്തിലാണെന്നും വൈകാതെ തന്നെ ഇരുവരും ഒന്നായേക്കുമെന്ന ചർച്ചകൾ സജീവമാണ്. ഇത്രയും കാലം തൃഷ അവിവാഹിതയായി തുടർന്നത് ഈ ബന്ധം കാരണമാണോ എന്നായിരുന്നു ചോദ്യങ്ങളെല്ലാം. അഭിനയമാണ് തനിക്കേറെ പ്രിയപ്പെട്ട കാര്യം. മരണം വരെ അഭിനയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും നേരത്തെ തൃഷ വ്യക്തമാക്കിയിരുന്നു. ഇടയ്ക്ക് ചില പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അത് വിവാഹത്തിലേക്ക് എത്തിയിരുന്നില്ല.
പ്രമുഖ ബിസിനസ്സുകാരനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും പിന്നീട് തീരുമാനം മാറ്റുകയായിരുന്നു. ഗോസിപ്പുകൾ പ്രചരിക്കുമ്പോഴും ഇരുവരും പൊതുവേദികളിൽ ഒന്നിച്ചെത്തുന്നുണ്ടായിരുന്നു. വിവാഹവേദിയിൽ മാച്ചിങ് ഡ്രസ്സിൽ ഇരുവരും എത്തിയത് വാർത്തയായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞതിന് പിന്നാലെയും വിജയെ കാണാൻ തൃഷ എത്തിയിരുന്നു. വിജയുടെ ജീവിതത്തിലെ ഇത്തിൽ കണ്ണിയാണ് തൃഷ എന്ന് ഗായിക സുചിത്രയും പറഞ്ഞിരുന്നു. വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ പരാമർശം. വിജയെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ, എന്നാൽ തൃഷയോട് തീരെ താല്പര്യമില്ല. ഭാര്യയും മക്കളുമായി അകന്നു കഴിയുകയാണ് അദ്ദേഹം. ഒറ്റപ്പെട്ട് കഴിയുന്നതിനിടെ ചില പരാതങ്ങൾ തേടിയെത്തുമെന്നും അതേക്കുറിച്ച് അദ്ദേഹം ആത്മപരിശോധന നടത്തേണ്ടതാണെന്നുമായിരുന്നു സുചിത്ര പറഞ്ഞത്. തമിഴ്നാട് നിയമസഭയിൽ നടന്ന നിർണായകമായ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയ് സർക്കാർ വിജയം കൈവരിക്കുകയും ചെയ്തിരുന്നതും വാർത്തയായി. 144 MLA-മാരുടെ പിന്തുണയോടെയാണ് സർക്കാർ ഭൂരിപക്ഷം തെളിയിച്ചത്. 117 MLA-മാരുടെ പിന്തുണയായിരുന്നു കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയിരുന്നത്. 119 MLA-മാരുടെ പിന്തുണയുണ്ടായിരുന്ന വിജയ് സർക്കാരിനെ ഇന്ന് സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ AIADMK-യിലെ 25 വിമത MLA-മാർ പിന്തുണച്ചത് വലിയ നേട്ടമായി. AIADMK രണ്ടായി പിളരുന്നതിന് കൂടിയാണ് വിശ്വാസ വോട്ടെടുപ്പിനിടെ സഭ സാക്ഷ്യം വഹിച്ചത്. 25 വിമതർ വിജയ് സർക്കാരിനെ പിന്തുണച്ചപ്പോൾ EPS പക്ഷത്തെ 22 പേർ മാത്രമാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തത്. വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ DMK അംഗങ്ങൾ ഉദയനിധി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇതുകൂടാതെ 5 MLA-മാർ നിലപാട് വ്യക്തമാക്കാതെ വിട്ടുനിന്നു. വിശ്വാസം തേടിയതോടെ അടുത്ത 6 മാസത്തേക്ക് വിജയ് സർക്കാരിന് സുരക്ഷിതമായി ഭരണം തുടരാനാകും. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.